1996 മാരാരിക്കുളത്തെ ചെങ്കോട്ട കുലുങ്ങില്ലെന്നുറപ്പിൽ കേരളമൊട്ടാകെ പ്രചാരണത്തിന് ചെങ്കൊടി പിടിക്കുമ്പോൾ സ്വന്തം കാൽക്കീഴിലെ മണ്ണിളകുന്നത് VS അച്യുതാനന്ദൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ പാർട്ടി പാളയത്തിനുള്ളിൽ VSനെതിരെ പടയൊരുക്കം നടക്കുന്നതായി ഒരു നിര CPM നേതാക്കൾ അറിഞ്ഞിരുന്നു. 1991 തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് ലഭിച്ച 9980 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉയർത്തി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം കരുതിയെങ്കിലും മാരാരിക്കുളത്തെ ജനവിധി തിരിച്ചടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായിരുന്ന ഏക പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്നു അച്യുതാനന്ദൻ. തോൽക്കാൻ മാത്രമായി പലതവണ മത്സരിച്ച കോൺഗ്രസിലെ PJ ഫ്രാൻസിസിനോട് 1965 വോട്ടുകൾക്ക് VS തോറ്റു. VS ആ തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം ഫ്രാൻസിസിന്റെ മിന്നും ജയം UDF 7 അയലത്ത് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം അച്യുതാനന്ദൻ 4000 വോട്ടുകൾക്ക് തോൽക്കുമെന്ന് ബൂത്ത് തല തലയെണ്ണലിലൂടെ ഒരു നിര നേതാക്കൾ ഗണിച്ചിരുന്നു. അങ്ങനെ മത്സര രംഗത്ത് പോലും ഇല്ലാതിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി EK നായനാർ മൂന്നാം ഊഴവും കേരള മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞു വീശിയ ജനവിധിയിൽ മാരാരിക്കുളത്തെ തോൽവി കേരളത്തിലെ CPMനെ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയെ ഞെട്ടിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് 4 വോട്ടുകൾക്ക് EK നായനാരോട് VS തോറ്റതിന് പിന്നാലെയായിരുന്നു മാരാരിക്കുളത്തുണ്ടായ ആഘാതം. തോൽവിയെക്കുറിച്ച് ത്വാത്വികമായ അവലോകനങ്ങൾ പലതുണ്ടായെങ്കിലും ആലപ്പുഴ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ VSനെ പിന്നിൽ നിന്ന് കുത്തിയെന്നും 12000 പാർട്ടി വോട്ടുകൾ രഹസ്യമായി PJ ഫ്രാൻസിസിന്റെ കൈപ്പത്തിയിൽ കുത്തിയെന്നുമുള്ള റിപ്പോർട്ട് CPM ഫയലിൽ ചുവപ്പ് നാടകെട്ടി മുറുക്കി. പാർട്ടിക്കുള്ളിൽ ഒരു പ്രാദേശിക അന്തർധാര രൂപം കൊണ്ടിരുന്നുവെന്നതും പാർട്ടിക്ക് പുറത്ത് വോട്ട് ധ്രുവീകരണം ഉണ്ടായെന്നതുമൊക്കെ വേറെയും കാരണങ്ങൾ. അത്തവണ ചേർത്തലയിൽ AK ആന്റണി മത്സരിച്ചതിനാൽ ചേർത്തലയിലുണ്ടായ UDF തരംഗത്തിന്റെ പ്രകമ്പനം മാരാരിക്കുളത്തും ഉണ്ടായി എന്നതായിരുന്നു മറ്റൊരു നിഗമനം. ആന്റണി ഉയർത്തിയ ആവേശത്തിനൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണവും KR ഗൗരിയമ്മയുടെ JSS രൂപീകരണവും VSന്റെ തോൽവിക്ക് കാരണമായതായി നിഗമിച്ചു. ഗൗരിയമ്മയെ CPM പുറത്താക്കിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാരാരിക്കുളം ചുവപ്പുകോട്ടയിൽ അട്ടിമറി നടക്കുമെന്ന് UDF പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ മാരാരിക്കുളത്തെ ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പ്രചാരണത്തിൽ സാമട്ടിലായിരുന്നുവെന്നും സംഘടിതമായ കാലുവാറിലുണ്ടായെന്നും പോളിംഗ് കണക്കെടുപ്പിലൂടെ CPM സൂക്ഷ്മദർശിനി കണ്ടെത്തി. CPMകാർ തന്നെയാണ് മാരാരിക്കുളത്ത് വോട്ട് മറിച്ചതെന്ന് പിന്നീട് EK നായനാർ ആലപ്പുഴയിൽ പരസ്യമായി കുറ്റപ്പെടുത്തി. പ്രചാരണ ഘട്ടത്തിൽ പല നേതാക്കളെയും പ്രവർത്തകരെയും ചില ജില്ലാ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലേക്ക് അയച്ചെന്നും മാരാരിക്കുളം ചെളിക്കുളമാക്കാൻ കരുക്കൾ നീക്കിയെന്നും പ്രവർത്തകരുടെ നാടുകടത്തൽ പാർട്ടിക്ക് തിരിച്ചറിവുണ്ടാക്കിയെന്നും കഥകൾ പരന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റിനെ ഒന്നടങ്കം സംസ്ഥാന കമ്മിറ്റി താക്കീത് ചെയ്തു. പരാജയത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി ആയിരുന്ന TK പളനിക്കെതിരെയും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന C ഭാസ്കറിനെതിരെയും VS അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പളനിയെയും ഭാസ്കറിനെയും CPM ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. VSന്റെ പരാജയത്തിന് കാരണം ഒരിക്കലും വിഭാഗീയതയല്ലെന്ന് മരിക്കും വരെ പളനി വാദിച്ചിരുന്നു. ഗൗരിയമ്മ പാർട്ടി വിട്ട സാഹചര്യവും ഗൗരിയമ്മയ്ക്ക് മാരാരിക്കുളത്തുണ്ടായിരുന്ന സ്വാധീനവും മനസ്സിലാക്കാൻ VSന് കഴിഞ്ഞില്ല എന്നായിരുന്നു പളനിയുടെ നിലപാട്. മാരാരിക്കുളത്ത് VS തോറ്റ 1965 എന്ന അക്കത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 1965 VS ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് കൃഷ്ണകുറുപ്പിനോട് തോറ്റു. എന്നാൽ 3 പതിറ്റാണ്ടിനു ശേഷം VS എന്ന അതികായന്റെ മാരാരിക്കുളത്തെ തോൽവിയുടെ മാനം ചെറുതായിരുന്നില്ല. മാരാരിക്കുളത്തെ തോൽവി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചെങ്കിലും VS അച്യുതാനന്ദന് തെല്ലും കുലുക്കവും പതർച്ചയും ഉണ്ടായില്ല. VS തോറ്റു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾ തരിച്ചിരിക്കുകയായിരുന്നു. വോട്ടെണ്ണലിന് ശേഷം തോൽവിയുടെ മ്ലാനതയില്ലാതെ കൂളായി VS വീട്ടിലേക്ക് വന്നു. 2 ദിവസങ്ങളിലായി ഉറക്കം നടക്കാത്തതിന്റെ ക്ഷീണത്തിൽ 1 മണിക്കൂർ കിടന്നുറങ്ങി. പിന്നീട് പത്രക്കാർ വന്നപ്പോൾ അവരോട് സംസാരിച്ചു. പിന്നീട് കുളി കഴിഞ്ഞ് അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പാർട്ടി കമ്മിറ്റിക്കായി കാറിൽ തിരുവനന്തപുരത്തേക്ക് പോയി.